ഐഡിയാസ്. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ബോക്സ് പ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് കേട്ടോ. ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഫസ്റ്റുള്ള ഓർഡറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്ന ഇതാണ് കേട്ടോ. ഇത് ഹക്കോബയിൽ വരുന്ന മോഡൽ മെറ്റീരിയലാണ്. അപ്പോൾ മോഡൽസും കാര്യങ്ങളൊക്കെ അവരെനിക്ക് അയച്ചു തന്നിട്ട് അങ്ങനെ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മോഡലാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ഇത് ഞാൻ 1.5 മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 മീറ്ററും അതുപോലെ ലൈനിങ് എടുത്തിട്ടുള്ളത് 1 മീറ്ററാണ് കേട്ടോ. അപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു 6-7 വയസ്സുള്ള ആ ഒരു കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കട്ടിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. അതിന് മുന്നേ ഇത് ഹക്കോബ എടുത്തിട്ടുള്ളത് 1/2 മീറ്ററാണ് കേട്ടോ. 1/2 മീറ്റർ മെയിൻ ക്ലോത്തും അതുപോലെ 1/2 മീറ്റർ ലൈനിങ് വന്നിട്ട് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ നോക്കട്ടെ ഇതിൽ ലെങ്ത് എത്ര വരുന്നത് നോക്കിയിട്ട് ഞാൻ വീഡിയോ ആഡ് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഞാൻ വേറെ വീഡിയോ ആഡ് ആക്കി തരാം. മെറ്റീരിയൽ നമ്മൾ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് മുമ്പ് നമുക്ക് നമ്മുടെ കുറച്ച് മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്, അതായത് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്ന 20, ഞാൻ പിന്നെ പറഞ്ഞുതരാം എങ്ങനെ കൂട്ടേണ്ടതെന്നില്ലേ. നമുക്ക് നമ്മുടെ അരവണ്ണം വെച്ച് തുടങ്ങാം കേട്ടോ. നമ്മുടെ അരവണ്ണം വരുന്നത് വേസ്റ്റ് റൗണ്ട് വരുന്നത് 22 വേസ്റ്റ് വരുന്നത് 22 വേസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 1.5 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജോയിൻ ചെയ്ത് അടിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ നമ്മുടെ ഈ വേസ്റ്റ് റൗണ്ടിൻ്റെ 3 ഇരട്ടി മെറ്റീരിയലാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ 22ൻ്റെ 3 ഇരട്ടി പറയുമ്പോൾ ഏകദേശം 66ൻ്റെ അടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ 66 എടുക്കുമ്പോൾ ഈ 1.5 മീറ്റർ കറക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 1.5 മീറ്റർ ഫുള്ളും പിന്നെ ജോയിൻ ചെയ്യാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ലെവലില്ലാണ്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നേരെ 1.5 മീറ്ററിന് പകുതി ആയിട്ടാണ് 2 ഭാഗം പകുതി ഒരേ അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ 66ൻ്റെ പകുതി എത്ര? 33. അതായത് ഒരു പീസിന് 33, മറ്റേ പീസിന് 33. അപ്പോൾ ടോട്ടൽ 66. അങ്ങനെയാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ആ ഒരു 33ന് നമുക്ക് മെറ്റീരിയൽ ഒരുപാട് ഉണ്ടെങ്കിൽ 66 അങ്ങനെ എടുക്കാം കേട്ടോ. ഞാൻ അത്ര ഇല്ലാത്തതുകൊണ്ടാണ് 2 പീസായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഒരേ അളവ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് സൈഡ് ജോയിൻ വരുന്നുണ്ട്. 2 പീസ് ഒരുമിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്യുമ്പോൾ 2 സൈഡിൽ ജോയിൻറ്റ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് ഒരേ അളവ് തന്നെ എടുത്തത്. അപ്പോൾ ഈ 33ൻ്റെ ഒന്നിച്ച് നമ്മൾ തയ്യൽ തുമ്പിന് ഒരു ഇഞ്ച് കൂട്ടിക്കൊടുക്കണം കേട്ടോ. 1 ഇഞ്ച് കൂട്ടിക്കൊടുക്കണം. അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ 2ആയിട്ട് മടക്കി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 ഇഞ്ച് കൂട്ടുന്ന സമയത്ത് ഈ ഒരു പീസിൽ 1 ഇഞ്ച് വരും, താഴ്വശത്തുള്ള പീസിലും 1 ഇഞ്ച് വരും. അപ്പോൾ അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ അളവ് മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 33 + 1 വരുമ്പോൾ 34 ഇഞ്ചാണ് കേട്ടോ നമുക്ക് വരുന്നത്. 34ന് ഞാൻ പറഞ്ഞു 2ആയിട്ട് മടക്കി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 34ൻ്റെ പകുതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വരുന്നത് 17 കേട്ടോ വരുന്നത്. 2ആയിട്ട് മടക്കി വെച്ചുകൊണ്ടാണ് 17, അല്ലെങ്കിൽ കറക്റ്റ് 33 വെച്ചാൽ എനിക്ക് ടേബിളിൽ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് 2ആയിട്ട് മടക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ 17 ഇഞ്ച് വീതിയാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ ഞാൻ നമ്മുടെ മുകൾ വശത്ത് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലെങ്ത്ത് വരുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ 20 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്യണം. അതായത് 2 ഇഞ്ച് നമുക്ക് ബാൻഡിന് വേണം. അപ്പോൾ 18 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 18 ഇഞ്ചിൻ്റെ ഒന്നിച്ച് മുകൾ വശത്ത് ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ച്. അപ്പോൾ 18 ഇഞ്ചിൽ ആദ്യം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. 18 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. ഇനി ഞാൻ ഒരു 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. എന്തിന്? അടിവശം മടക്കി അടിക്കാൻ, കുറച്ച് വീതിക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് എടുക്കുന്നത്. 18 ഇഞ്ച് ലെങ്ത്തിൻ്റെ ഒന്നിച്ച് 1/2 ഇഞ്ച് മീത്ത ബാൻഡ് ചെയ്യാൻ എടുത്തും അടിവശം മടക്കി അടിക്കുക, പിന്നെ ഒരു 3 ഇഞ്ച് എടുത്തും. അപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്നത് 21.5 ഇഞ്ചാണ് കേട്ടോ നമുക്ക് ടോട്ടൽ വരുന്നത്. അപ്പം ഈ 21.5 ഇഞ്ച് നമുക്ക് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലത്തെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. ഇവിടെ മാർക്ക് ചെയ്ത 18 ഇഞ്ചില്ലേ, ആ ഒരു 18 ഇഞ്ച് തന്നെ നമുക്കിതാ ഇവിടെ മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പ് അടക്കാന്ന് കേട്ടോ. 18 ഇഞ്ച് കൂട്ടിയിട്ടില്ലേ, ആ 18 ഇഞ്ച് ഇവിടെയും കൂടി മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് താഴത്തേക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. താഴത്തേക്കുള്ള ലൈനിങ് നമ്മുടെ നേരത്തെ ലെങ്ത്ത് 18 അല്ലേ വരുന്നത്. ബാൻഡിൻ്റെ 2 ഇഞ്ച് കുറച്ച് 18 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അതിനേക്കാളും കുറച്ച് കുറവ് എടുത്താൽ മതി. ഒരു 16 ഇഞ്ചോ അല്ലെങ്കിൽ 17 ഇഞ്ച് ആ ഒരു രീതിക്ക് വരുന്ന രീതിക്ക് നമുക്ക് ലൈനിങ് എടുക്കാം കേട്ടോ. നമുക്ക് ബാൻഡ് നോക്കാം കേട്ടോ. നമുക്ക് 22 അല്ലേ നമ്മുടെ വേസ്റ്റ് അളവ് വരുന്നത്. അപ്പോൾ 24 ഇഞ്ചിലാണ് നമ്മൾ എടുക്കുന്നത്. അതായത് 2 സൈഡിലേക്കും ഓരോരോ ഇഞ്ച് ഉൾവശത്തേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് 24 ഇഞ്ചിലെടുക്കുക. നമ്മൾ അതിൻ്റെ വീതി എടുക്കുന്നത് 5 ഇഞ്ചാണ്. അതായത് 2 ഇഞ്ച് വീതിക്കുള്ള ബാൻഡാണ് നമുക്ക് വേണ്ടതെങ്കിൽ 2 സൈഡിലേക്ക് വരുമ്പോൾ 4 ഇഞ്ച്, പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് തയ്യൽ തുമ്പോളല്ലോ. അങ്ങനെ 2 സൈഡിലേക്കും 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 5 ഇഞ്ചാണ് വരുന്നത്. ഞാൻ വിചാരിക്കുന്ന ബാൻഡ് ക്യാൻവാസിൽ ചെയ്യാമെന്ന് കേട്ടോ. എന്ന് വെച്ചാൽ ക്യാൻവാസിൽ ചെയ്ത സമയത്ത് വേറെ തന്നെ ഒരു ഫിനിഷിങ് ആയിരിക്കും ഉണ്ടാവലും. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അതിന് മുമ്പ് ലൈനിങ് ഇത് രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്തു. അതുപോലെ അതിൻ്റെ അടിവശമൊക്കെ ഒന്ന് മടക്കി അടിച്ചെടുത്തും. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ഫാബ്രിക് നമുക്ക് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് 2 പീസ് ഇട്ടില്ല, അത് ഒരുമിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്കത് ഈ ഒരു ജോയിൻറ്റ് കറക്റ്റായിട്ട് അതിൻ്റെ ഉൾവശത്തേക്ക് പോകണം. അതേപോലെ കറക്റ്റായിട്ട് പ്ലീറ്റ് വേണം. അതായത് ഇവിടെയാണ് നമുക്കിപ്പോൾ ജോയിൻറ്റ് വരുന്നത്, ഇവിടെയാണ് മറ്റേ സൈഡ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബാൻഡിൽ നമ്മൾ ഇതുപോലെ 2ആയിട്ട് മടക്കി കൊടുക്കുന്നു. അതായത് ഇതിലിപ്പോൾ 2 വശം ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇത് ബാക്കിലേക്ക് ഇത് ഫ്രണ്ടിലേക്ക്. അപ്പോൾ ഇത്ര പോലെ വശമാണ് നമുക്കത് ഇവിടെ ഫ്രില്ലിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ബാൻഡ്, അതായത് നമ്മുടെ അരവണ്ണം വരുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ 22ൻ്റെ പകുതി, അതായത് ഇവിടുന്ന് ഇവിടത്തേക്ക് വരുമ്പോൾ പകുതിയല്ലേ വരും, 11 ഈ സൈഡ്, പിന്നെ ബാക്ക് വശത്ത് 11, അങ്ങനെയാണ് 22 വരുന്നത്. അപ്പോൾ 11 ഇഞ്ചിന് നമുക്ക് 4 കൊണ്ട് ഹരിക്കണം. നമ്മൾ ഈ പ്ലീറ്റിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 11 / 4 പറയുമ്പം ഏകദേശം 2.25 കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 2.25 വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതായത് ഈ ഒരറ്റം മുതൽ ആ ഒരറ്റം വരെ 2.25 വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം ഇവിടെ ഒരു 1/2 ഇഞ്ചോളം ഞാൻ തയ്യൽ തുമ്പ് വിടുന്നുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടു. അതിന് ശേഷം ഞാനിത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്തു. 2.25 മാർക്ക് ചെയ്തു. അതിന് ശേഷം ഇവിടുന്ന് ആദ്യം 2.25, അങ്ങനെ ഫുള്ളായിട്ട് 2.25 മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഇതുപോലെ കട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അളവിലെടുക്കുന്നത്, പകുതിയായിട്ട് എടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഈ കട്ട് ചിലപ്പോൾ മുകൾ വശത്ത് അടങ്ങി വരും, കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ ഇങ്ങനെ മറ്റേ ചയ്യനെ 3 ഇരട്ടിയായിട്ട് ഫുൾ വീതിക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 3 ഇഞ്ച് വീതിക്ക് വേണമെങ്കിൽ അങ്ങനെ ഫ്രില്ലിടാം, 2 ഇഞ്ച് വീതിക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഫ്രില്ലിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ഈ ഒരു രീതിക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് മാർക്ക് ഇട്ടിട്ട് വരാം കേട്ടോ. ലാസ്റ്റ് ഇവിടെ 2.25 എത്തിയതിന് ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പുണ്ട്. നമുക്കിത് എങ്ങനെയാണ് പ്ലേറ്റ് ഇടുന്നത് നോക്കാം കേട്ടോ. അപ്പം ആദ്യം ചെയ്യേണ്ടത് ഇതാ ഈ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ഈ 2.25 നമ്മുടെ ഈ ഒരു 1/2 ഇഞ്ചിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അടുത്ത് 2.25 ഇവിടെ കണ്ടോ, ആ 2.25 നമ്മുടെ ഈ ഒരു പോയിന്റ് 2.25 വെച്ച് കൊടുക്കണത്. ഇതുപോലെ പിടിച്ചിട്ട് കറക്റ്റാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് മെറ്റീരിയൽ കൊണ്ടുപോയിട്ട് കറക്റ്റ് ആ 2.25 പോയിന്റ് ഇത് ഈ ഒരു 2.25 ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ? ഇനി നമുക്കിതാ ഇതൊരു ഇവിടം വരെ അടിച്ചെടുക്കാം. ഇനി നമ്മുടെ അടുത്ത 2.25 പോയിന്റ് ഉണ്ടോ, ഈ 2.25 നമ്മുടെ ഈ ഒരു പോയിന്റ്, ഈ 2.25 നമ്മൾ ഇവിടെ മടക്കിയില്ലേ, ആ ഒരു പോയിന്റിലേക്ക് അത് ഇതുപോലെ എടുത്തിട്ട് കറക്റ്റായിട്ട് അത് ഇതിനോട് ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഇത് ഈ ഒരു പോയിന്റ് ഇതുപോലെ ഈ ഒരു 2.25 വെച്ച് കൊടുക്കാം. അടുത്ത പോയിന്റ് അങ്ങോട്ടേക്ക്, പിന്നെ വരുന്ന പോയിന്റ് ഇങ്ങോട്ടേക്ക്, ഇങ്ങനെയാണ് വേണ്ടത്. ഇങ്ങനെയാണ് നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നമുക്കിതാ നമ്മുടെ
ഇത് വരാനായിട്ട് കട്ട് വന്ന വശമായി. അപ്പം ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് നമുക്ക് ഏകദേശം ഈ കട്ടിൻ്റെ അടുത്തേക്ക് ഒരു 2.25 മാർക്ക് വന്നിട്ടുണ്ട്. കറക്റ്റ് ആ കട്ടിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ഇവിടെ വരുന്ന രീതിക്ക് വെക്കുക. ഈ 2.25 നമുക്കത് ഈ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ കട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ പോകട്ടെ ഇങ്ങനെ വരുന്ന സമയത്ത്. കറക്റ്റാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതേ അളവിൽ തന്നെ നമ്മുടെ ലൈനിങ് പീസ് ഒന്ന് ഫ്രില്ലിട്ടെടുക്കാം. അത് ഇതുപോലെ എടുക്കണം. നമുക്ക് സാധാരണ രീതിക്ക് ഫ്രില്ലിട്ടെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ക്യാൻവാസ് ഇതാ 2 ഇഞ്ച് വീതിക്കാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തില്ലേ. നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ഇത് ചീത്തവശം എന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ 2 ഒരേപോലെ അതൊന്നും പ്രശ്നമില്ല. ചീത്തവശത്താണ് ക്യാൻവാസ് വെക്കേണ്ടത്. അപ്പോൾ വെക്കുമ്പോൾ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാണ്ട്. കാരണം നമുക്ക് 1/2 ഇഞ്ച് ഇപ്പോൾ തയ്യൽ തുമ്പിന് വേണ്ടത് 1/2 ഇഞ്ച് 4 ഇഞ്ചിൻ്റെ ഒന്നിച്ച് 1 ഇഞ്ച് കൂട്ടിയിട്ട് 1/2 ഇഞ്ച് മുമ്പിലും 1/2 ഇഞ്ച് ബാക്കിലേക്കുമായിട്ട് കൂട്ടിയിട്ട് അപ്പം അങ്ങനെ ആ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റ് ഇതുപോലെ 1/2 ഇഞ്ച് വെച്ചിട്ട് ഞാൻ ഇതുപോലെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ക്യാൻവാസ് ഒട്ടിച്ചില്ലേ, നമുക്ക് ഇനി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കിത് ഈ ഒരു അറ്റത്തേ കൂടി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇപ്പുറം ഭാഗത്തേ വേണം, മടക്കി വരുന്ന വശത്തല്ല, കുറച്ച് മുകളിലേ ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സൈഡ് ഒന്ന് അടിച്ചു കേട്ടോ. ലൈനിങ്ങിൻ്റെ നല്ല തുണിയിടും. ഒരു മുകളിൽ നിന്ന് ഒരു താഴത്തേക്ക് ഒരു 3.5 ഇഞ്ച് വിട്ടതിന് ശേഷം സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ നല്ല തുണിയുടെ സൈഡും ജോയിൻ ചെയ്തെടുത്തു കേട്ടോ. സൈഡ് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ നല്ല വശം, അതായത് മെയിൻ ക്ലോത്തിന് നല്ല വശത്തോട് നമ്മുടെ ലൈനിങ്ങിൻ്റെ ചീത്ത വശം വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇവിടം വരെ ഈ സെൻറ്റർ വരെ സ്റ്റിച്ച് ചെയ്യുക. ഇത് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഇങ്ങോട്ടേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ഒന്ന് പതിച്ചും കൂടി അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിച്ചു, പിന്നെ പതിച്ചടിച്ചു കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മുടെ നല്ല വശത്തേ കൂടി ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അതും കൂടി സ്റ്റിച്ച് ചെയ്തു. നമുക്കിത് ഇതുപോലെ നമ്മുടെ നല്ല തുണിയും ലൈനിങ്ങും ഒരുമിച്ച് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് റൗണ്ടിൽ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ നല്ല തുണിയും വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ബാൻഡ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ബാൻഡ് എടുക്കാം. ശേഷം നമ്മുടെ ഈ ക്യാൻവാസ് വെച്ച വശം ഈ അടിവശത്ത് വരണം കേട്ടോ. അതായത് ഇതുപോലെ ഇങ്ങനെ വെക്കാം. ഇതിപ്പോൾ നല്ല വശമാണ്, ഇത് നമ്മുടെ ചീത്ത വശമല്ലേ. നല്ല വശത്തോട് ഇതുപോലെ ഇങ്ങനെ കുറച്ച് വിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് നമുക്കൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് മൊത്തത്തിൽ നമ്മൾ അടിച്ചെടുത്തു. അതിന് ശേഷം നമുക്കിത് ഇതുപോലെ ക്യാൻവാസിന് കറക്റ്റായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ ഈ ഒരു ഇതിനോട് വരുന്ന രീതിക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ ഈ ഒരു അറ്റത്ത് എത്താനുള്ള സമയത്ത് അതും ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഇവിടത്തേക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ ബാൻഡ് വരുന്നത് 2 ഇഞ്ച് വീതിക്കൽ. അപ്പോൾ ഞാനിവിടെ 2.25 ഇഞ്ച് വീതിക്കുള്ള ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. നീളം പ്രശ്നമില്ല. നീളം നമുക്ക് അവസാനം നമുക്ക് കുറച്ചധികം എടുക്കുക, ബാലൻസ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഈ മടക്ക് വരുന്ന അറ്റത്തേ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 വശവും. അതിന് ശേഷം ആദ്യം കുറച്ച് ഇതുപോലെ മടക്കുക കേട്ടോ. ഇതുപോലെ മടക്കുക. പിന്നെ ഇത് കുറച്ച് മെറ്റീരിയൽ ഇതുപോലെ ഇങ്ങനെ മുകളിലോട്ടേക്ക് നമ്മൾ ആ കുടുക്കിൻ്റെ ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ സെൻറ്ററിലെ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കാം. നമ്മളിത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അടിവശം വരുന്ന സമയത്ത് മെറ്റീരിയൽ ഉള്ളിലോട്ടേക്കാണ് കേട്ടോ മടക്കി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ പാവാടേൻ്റെ ഈ ഒരറ്റ കൊടുക്കാം കേട്ടോ. ഈ ഒരറ്റ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. കുടുക്ക് ഇങ്ങനെയാണല്ലോ ഇടുന്നത്, അപ്പോൾ ഇങ്ങനെ വേണം വെക്കാൻ. ആദ്യം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സെൻറ്ററിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. സെൻറ്ററിൽ കൂടി സ്റ്റിച്ചിട്ട് സെറ്റായതിന് ശേഷം നമുക്ക് ഈ 2 അറ്റത്തെയും കൂടി സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ പാവാടിൻ്റെ അടിവശം കൂടി ഒന്ന് മടക്കി അടിക്കണേ. അത്ര പോലെ ആയാൽ നമ്മുടെ സ്കേർട്ട് ഇവിടെ സെറ്റായി കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല, കാരണം അങ്ങനെ തന്നെ ചെക്ക് മോഡലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ടോപ്പിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ.